guys, welcome back to my YouTube channel Devu's Dreamer. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ തന്നെ ഒരു അടിപൊളി ഫേഷ്യൽ ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് വേറെ നമുക്ക് 4 ഇൻഗ്രീഡിയൻസ് മതി. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമ്മുടെ ടൊമാറ്റോ, കോഫി പൗഡർ, ഷുഗർ, ഹണി. ഈ 4 ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. ഇതാണ് നമ്മുടെ ഈ ഫേഷ്യല് മെയിൻ ആണെന്ന് പറയുന്നത്. ഇത് നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒന്നാണല്ലേ, അത് നമ്മുടെ തക്കാളി. ഞാൻ ഈ ഫേഷ്യലിന് തക്കാളി എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ ടൊമാറ്റോയിൽ വിറ്റമിൻ എയും സിയും ഉണ്ട്. ഈ വിറ്റമിൻ എയും സിയും അതുപോലെ തന്നെ ഈ തക്കാളിയുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നമ്മുടെ പോർസിനെ ടൈറ്റൻ ചെയ്യാനും നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്നുകൂടെ ഒന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്ത് വെക്കാനും ഒക്കെ നമ്മുടെ ഈ ടൊമാറ്റോ സഹായിക്കും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു കോഫി പൗഡർ. ഈ ഒരു കോഫി പൗഡർ യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ മുഖത്തുള്ള ഡാർക്ക് സർക്കിൾസ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കോഫി പൗഡർ സഹായിക്കും. ഇനി അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള പഞ്ചസാരയാണ്. ഈ ഒരു പഞ്ചസാര ഉപയോഗിക്കുന്ന വഴി നമ്മുടെ ഫേസ് കുറച്ചുകൂടെ എക്സ്ഫോളിയേറ്റ് ചെയ്തിരിക്കും. അതിനാണ് നമ്മൾ ഈ ഫേഷ്യലി ഈ ഒരു ഷുഗർ യൂസ് ചെയ്യുന്നത്. ഇനി നമ്മുടെ ഫോർത്ത് ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഹണിയാണ്. ഈ ഒരു ഹണി യൂസ് ചെയ്യുന്നത് വഴി നമ്മുടെ സ്കിന്ന് കുറച്ചുകൂടെ മോയ്സ്ചറൈസ് ആയും അതുപോലെ തന്നെ ഹൈഡ്രേറ്റ് ആയിട്ടും ഇരിക്കും. അപ്പോൾ ഈ ഒരു ഫേഷ്യലിന് ആവശ്യമുള്ള 4 സാധനങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇത് നമുക്ക് ഈസിലി നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള വെറും 4 സിമ്പിൾ സാധനങ്ങളാണ്. പക്ഷേ സിമ്പിൾ സാധനം എന്ന് പറഞ്ഞാൽ ഇതിനെ അങ്ങ് നമ്മൾ കുറച്ച് കാണണ്ട, ഇതിൻ്റെ റിസൾട്ട് വളരെ അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് വെച്ച് നീട്ടാതെ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ ഫേഷ്യൽ ഇടുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ടൊരു ഫേസ് വാഷ് ഉപയോഗിച്ചോ ക്ലെൻസർ ഉപയോഗിച്ചോ ക്ലീൻ ചെയ്യണം. കാരണം എങ്കിലേ നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടിരുന്നാലേ നമുക്ക് ഈ ഒരു സാധനം നല്ല എഫക്റ്റീവ് ആയിട്ട് വരത്തുള്ളൂ. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം ഒന്നുമില്ല എൻ്റെ ഫേസിൽ. അപ്പോൾ നമുക്ക് നേരെ ഇനി നമ്മുടെ ഫേഷ്യൽ ചെയ്യാം. ഫസ്റ്റ് നമ്മുടെ ആ ഒരു ടൊമാറ്റോനെ നമ്മൾ 2 സ്ലൈസസ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ സ്ലൈസ് ആണിത്. നമ്മൾ ഷുഗർ എടുത്തിട്ടുണ്ട്. ഈ ഒരു ഷുഗറിൽ നമ്മുടെ ഈ ഒരു ടൊമാറ്റോ നമ്മൾ നന്നായിട്ട് ഡിപ്പ് ചെയ്യണം. ഇങ്ങനത്തെ ഒരു ഇതിൽ കൺസിസ്റ്റൻസിൽ നമുക്ക് കിട്ടും. ഇത് നമ്മുടെ ഫസ്റ്റ് സ്ക്രബാണ്. ഇനി ഇത് നമ്മൾ നമ്മുടെ ഫേസിൽ നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. ഒരു മാക്സിമം ഒരു 5 മിനിറ്റ്സ് വരെങ്കിലും ഒന്ന് നമ്മളിത് സ്ക്രബ് ചെയ്യണം. ഓക്കെ, സംഭവം ഈ ഒരു ടൊമാറ്റോ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് എടുത്തത്. അപ്പം നല്ലൊരു തണുപ്പുണ്ട്. നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക. ചുണ്ടിലൊക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമുക്ക് ഒരു സ്ഥലം ഒഴിവാക്കാൻ വേണ്ടിയില്ല. നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്യുക. നിങ്ങൾ ചെയ്യുമ്പോൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്യണം. കാരണം നമ്മൾ മേക്കപ്പ് ഇടുമ്പോൾ കേട്ടിട്ടില്ലേ, ഏത് മേക്കപ്പ് ഇട്ടാലും നമ്മുടെ നെക്കിലും കൂടെ അത് അപ്ലൈ ചെയ്താലേ കറക്റ്റ് സ്കിൻ ടോൺ ആയിട്ടിരിക്കും. ഇല്ലെങ്കിൽ നമ്മുടെ നെക്ക് ഒരു കളർ ഫേസ് ഒരു കളറും ആയിരിക്കുമെന്ന്. അതുകൊണ്ട് നിങ്ങൾ ഇത് എന്തായാലും എന്ത് ചെയ്യുക, നെക്കിലും കൂടെ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ ഫേസിന് കിട്ടുന്ന അതേ ഒരു ബ്രൈറ്റ്നസ് നമ്മുടെ നെക്കിന് കിട്ടും. ഇങ്ങനെ ഈ ഒരു ഷുഗറും ടൊമാറ്റോയും കൂടി നമ്മുടെ ഫേസിൽ ഇങ്ങനെ റബ്ബ് ചെയ്യുന്നത് വഴി നമ്മുടെ ഈ ഡെഡ് സ്കിൻസിനെയൊക്കെ അതെന്ത് ചെയ്യുക, റിമൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഈ ഒരു സ്ക്രബ് മാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ എൻ്റെ ഫേസിൽ ഞാൻ നന്നായിട്ടൊരു 5 മിനിറ്റ്സ് തന്നെ എൻ്റെ ആ ടൊമാറ്റോ ഷുഗറിൽ ഡിപ്പ് ചെയ്തത് നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് കുറച്ച് നേരം ഇച്ചിരി നേരം വെച്ചിട്ട് നമുക്കൊന്ന് വാഷ് ചെയ്ത് കളയാം. ഞാനൊരു ഇച്ചിരി നേരം വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പിന് ഞാൻ നേരത്തെ എടുത്ത അതേ ടൊമാറ്റോ തന്നെയാണ് എടുത്തിട്ടുള്ളത്. കാരണം വേസ്റ്റ് ആയില്ലല്ലോ ഈ ഒരു ടൊമാറ്റോ. പക്ഷേ ഇതിൻ്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ഷുഗർ ഡിപ്പ് ചെയ്ത ആ കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ടൊമാറ്റോയിലേക്ക് നമ്മുടെ ഹണി ഒന്ന് ഒഴിച്ചു കൊടുക്കുക.
കുറച്ച് ഒഴിച്ചാൽ മതി. സ്പൂണിൻ്റെ എടുത്തിട്ട് ഒഴിക്കുന്നതായിരിക്കും കേട്ടോ ബെറ്റർ. ഞാനിപ്പോൾ അതേ ഡയറക്റ്റ് ആയിട്ട് ഇനിന്നാണ് ഒഴിക്കുക. ഇനി ഇവിടെ തറയിൽ മൊത്തം ആവോ, എനിക്ക് പടിയാവോ എന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഒന്ന് കുറച്ച് മതി. ഓക്കെ, അപ്പം അതേ കുറച്ച് ഹണി ഞാൻ ഇങ്ങനെ കാണാവൂ. അങ്ങനെ കുറച്ച് ഹണി ഒന്ന് ഈ ഒരു ടൊമാറ്റോ സ്ലൈസിലേക്ക് ഒന്ന് ആക്കിയിട്ടുണ്ട്. ഇനി നേരത്തെ നമ്മൾ ഷുഗർ ഡിപ്പ് ചെയ്തപ്പോൾ എങ്ങനെയാണോ സ്ക്രബ് ചെയ്തത് അതുപോലെ ഒരു 5 minutes നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക, റബ്ബ് ചെയ്ത് കൊടുക്കുക ഫേസിൽ നന്നായിട്ട്. തേനൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്, അപ്പം നമുക്ക് പെട്ടെന്ന് ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. എനിക്ക് ആ ഒരു ഷുഗറിന്റെ അത് യൂസ് ചെയ്തിട്ട് തന്നെ കണ്ണാടി നോക്കുമ്പോൾ ചെറുതായിട്ട്, ഭയങ്കരമായിട്ടൊന്നുമില്ല, ഒരു ചെറിയൊരു ബ്രൈറ്റ്നെസ് എൻ്റെ ഫേസിൽ എനിക്ക് തോന്നുന്നുണ്ട്. അത് ക്യാമറയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. ഞാൻ റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഇത് ചെയ്ത് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമ്പോൾ മനസ്സിലാവും. പിന്നെ ഈ ഒരു ടൊമാറ്റോ നമ്മുടെ എക്സസ് ഓയിലിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നുകാർക്കും ഇത് നന്നായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഓയിലി സ്കിന്നുകാർ കൂടുതൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫേസ് പാക്ക് ഒക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആയിരിക്കും. മിക്കവാറും എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫേസ് പാക്ക് ആയിരിക്കും ഇത്. എന്നാൽ ഞാൻ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് പറഞ്ഞു തരാമെന്ന് കരുതി. ഇതിനകത്ത് ഹണി മാത്രമായിരിക്കണം മിക്കവാറും വീടുകളിൽ അങ്ങനെ അവൈലബിൾ ആവാത്തത്. വലിയ പൈസയൊന്നുമില്ല, ഒരു 40, ഞാൻ മേടിച്ച ബോട്ടിൽ 40-50 ഉള്ളൂ. ബാക്കി ഷുഗർ, കോഫി ഇല്ലെങ്കിലും ടൊമാറ്റോ ഷുഗർ എന്തായാലും കാണും. ഞാൻ പറയുന്ന സ്റ്റെപ്സ് ഒക്കെ എല്ലാവർക്കും ക്ലിയർ ആവുന്നുണ്ട് എന്ന് വിചാരിക്കണം. ഞാൻ ആദ്യമായിട്ട് എൻ്റെ ചാനലിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടുന്നത് തന്നെ, ഈ ഫേസ് പാക്ക് ഒക്കെ പോലത്തെ. അതെൻ്റെ ചാനൽ കാണുന്നവർക്കും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനും അറിയായിരിക്കും. അങ്ങനെ കറക്റ്റ് 5 minutes ആയിട്ടുണ്ട്. നന്നായിട്ട് റബ്ബ് ചെയ്ത് അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സാധനം നമ്മൾ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇനി നമ്മൾ കോഫി പൗഡറും കൂടി ഇട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി. വാഷ് ചെയ്തിട്ട് ഒരു നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ ഞാൻ ഇനി എടുക്കുന്നില്ല, വേറൊരു ടൊമാറ്റോ ഉണ്ട്, അതെടുക്കാമെന്ന് വിചാരിച്ചു. ഇത് കട്ട് ചെയ്തതിൻ്റെ വേറൊരു സ്ലൈസ് ഉണ്ടല്ലോ, ഒറ്റ ടൊമാറ്റോയിലെ നമ്മൾ സംഭവം ചെയ്യണേ. അപ്പോൾ ഇത് കട്ട് ചെയ്തതിൻ്റെ വേറൊരു സ്ലൈസ് ഉണ്ടല്ലോ, അതിനകത്ത് വേണം നമ്മളിനി കോഫി പൗഡർ ഇടാം. കാരണം ഇത് നമ്മളിപ്പോൾ യൂസ് ചെയ്ത് ഇനി വേണ്ട, നമുക്ക് കോഫി പൗഡർ അടുത്ത സ്ലൈസിൽ എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിതേ നമ്മുടെ മറ്റേ അടുത്ത ഫ്രഷ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് വാഷ് ചെയ്തിട്ടില്ല, അത് മറക്കരുത്. ആകെ ഞാൻ ആ ഷുഗർ യൂസ് ചെയ്ത് റബ്ബ് ചെയ്തപ്പോൾ മാത്രമാണ് വാഷ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഹണി ഉപയോഗിച്ച് ചെയ്തപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ടില്ല. നമ്മുടെ ഇനി ടൊമാറ്റോ നമ്മുടെ കോഫി പൗഡറിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ, ഇത്രയും ഡിപ്പായിട്ടുണ്ട്. സംഭവം നമ്മൾ കറക്റ്റ് ഇതിനെടുക്കണം കേട്ടോ. ഞാൻ ഈ ബൗളിൽ കാണിച്ചു തരാൻ വേണ്ടി എടുത്തതാ, ഇത്രയായിട്ട് ബാക്കി വേസ്റ്റ് ആകുന്നുണ്ട്. സോ സാധനങ്ങൾ വേസ്റ്റ് ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ ബൗളിലൊക്കെ എടുത്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്തതാ. ഇനി ഏത് കോഫി പൗഡറാണ് യൂസ് ചെയ്തതെന്ന് ഇനി ആരും കമൻറ്റ് ഇടണ്ട. ഞാൻ ഈ എടുത്തിരിക്കുന്നത് നമ്മുടെ ബ്രൂ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഉണ്ടല്ലോ, അതാണ് ഞാൻ ഈ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതേ നമ്മുടെ കോഫി പൗഡർ നന്നായി ഡിപ്പ് ചെയ്തിട്ടിട്ട് ഇനി ഇത് നമുക്കൊന്ന് നമ്മുടെ ഫേസിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം.
എനിക്ക് തോന്നുന്നു ആകെ ഈ ഒരു കോഫി പൗഡർ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതേ കറക്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുള്ളൂ എന്നാണ്. നേരത്തെ ഷുഗർ ഇട്ടതും ഹണി ഇട്ടതും ഒന്നും ക്യാമറയിൽ വലിയതായിട്ട് കാണാൻ പറ്റുന്നില്ല എന്നാണ് തോന്നുന്നത്. ഒന്നാമത്തെ ഒരു ലൈറ്റിൻ്റെ പ്രശ്നമുണ്ട്. പിന്നെ എനിക്ക് മിറർ അടുത്ത് വേണമായിരുന്നു, അതാണ് ഇവിടെ തന്നെ ഞാൻ നിന്നത്. സോ ക്ഷമിക്കുക. നിങ്ങൾ പേടിക്കണ്ട. എനിക്കിതിൻ്റെ റിസൾട്ട് എനിക്ക് കണ്ണാടി നോക്കുമ്പോഴത്തേനും തന്നെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങളിത് ചെയ്ത് നോക്കുക കേട്ടോ. ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നേരിട്ട് റിസൾട്ട് കിട്ടും. നമ്മളെല്ലാം 5 minutes ആണ് റബ്ബ് ചെയ്യുന്നത്. അതെനിക്ക് നല്ല ടൈം ഉണ്ട്, ഞാൻ ഫ്രീ ആണ്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ ഫ്രീ അല്ല എന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു 3 minutes എങ്കിലും എല്ലാം ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു 2 minutes സ്കിപ്പ് ചെയ്യാം. എത്രത്തോളം നമ്മുടെ ഫേസിൽ ഇതൊക്കെ ഒന്ന് റബ്ബ് ചെയ്ത് നന്നായിട്ട് കൊടുക്കുന്നോ അത്രത്തോളം റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതേ കറക്റ്റ് 5 minutes ആയിട്ടുണ്ട്. നന്നായിട്ട് ഫേസിൽ ആയിട്ടുണ്ടെന്ന് കണ്ടല്ലോ. നിങ്ങൾക്ക് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷെ എനിക്ക് നേരിട്ട് കണ്ണാടി നോക്കുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് നന്നായിട്ട് ഫേസിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊന്ന് വാഷ് ഔട്ട് ചെയ്ത് കളയാം. അങ്ങനെ ഭയങ്കരമായിട്ട് അങ്ങനെ വെള്ളം ഒഴിച്ച് അങ്ങനെയല്ല, ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ ആ എക്സസ് വാട്ടറൊക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് വരാം. ഹലോ, അപ്പം ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. ഞാൻ വാഷ് ചെയ്തപാടെ ഫേസ് ഒന്നും തുടയ്ക്കാതെ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് വന്നിരിക്കുന്നത്. എനിക്ക് എന്തായാലും ഞാൻ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എടുത്ത എൻ്റെ ഫേസിൽ നിന്ന് നല്ല മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ബ്രൈറ്റനിങ് അത്ര തന്നെ. അങ്ങനെ ഭയങ്കര വെളുത്ത് മാറി അങ്ങനെയൊന്നുമല്ല, ഒരു ബ്രൈറ്റനിങ് ഫേസിന് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തുടച്ചിട്ട് ഞാൻ എൻ്റെ മുഖത്തുനിന്ന് എക്സസ് വാട്ടറൊക്കെ തുടച്ചു. അപ്പം ഈ ഒരു ഫേഷ്യൽ സാധനം ഉപയോഗിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്കിങ്ങനെ വീഡിയോ നിർത്തി പോകാൻ പറ്റില്ല. ഇനി ഒരു സാധനം കൂടെ ഉണ്ട്, അതായത് നമ്മുടെ മോയ്സ്ചറൈസർ. നമുക്കൊന്ന് സ്പോട്ടായിട്ട് നമ്മുടെ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും. ഞാനിത് യൂസ് ചെയ്തതിൻ്റെ നിങ്ങൾക്ക് എത്രത്തോളം റിസൾട്ട് മനസ്സിലായി എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം എൻ്റെ ക്യാമറയുടെ ക്വാളിറ്റിയും ലൈറ്റിങ്ങും ഒക്കെ കാരണം നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലായി എന്ന് എനിക്കറിയില്ല. ബട്ട് നല്ലൊരു ഫേസ് പാക്കാണിത്. നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് നോക്കുക. സോ ഡൺ. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ട് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയവർ എന്തായാലും റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. ഐ എം വെയിറ്റിംഗ് ടു സീ യുവർ കമൻറ്റ്സ്. ഓക്കെ, എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇത് ഓക്കെ ആണോ, ഇഷ്ടമായോ, എല്ലാം എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടുക. ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ. എനിക്ക് അറിയണ്ടേ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ അല്ലേന്ന്. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ഇഷ്ടമായ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.